വാർത്ത. പാകിസ്ഥാൻ പറയുകയാണ് ഇന്ത്യയെ തോൽപ്പിച്ചിരിക്കും, ഇല്ലെങ്കിൽ എൻ്റെ പേര് ഷരീഫ് എന്നല്ല. ഇത് പറഞ്ഞത് മാത്രമേ പാകിസ്ഥാൻ ഓർമ്മയുള്ളൂ. ഇന്ത്യൻ സേന പാകിസ്ഥാനിലേക്ക് ഇരച്ചു കയറി എന്നൊക്കെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പാകിസ്ഥാൻ കളിക്കുന്നത് പഴയ ഇന്ത്യയോടല്ല, പുതിയ മോദിയുടെ ഇന്ത്യയോടാണ് എന്നുള്ള കാര്യം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇടയ്ക്ക് എവിടെയോ മറന്നുപോയിരിക്കുന്നു. നമ്മുടെ സൈനികരെ എവിടെയോ വില കുറച്ച് കണ്ടിരിക്കുന്നു. നമ്മുടെ സൈന്യം എന്ന് പറയുന്നത് ഒന്ന് വിരൽ ഞൊടിച്ചാൽ പാകിസ്ഥാൻ ചാമ്പലാകുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രതിരോധ മേഖല വളർന്ന് വലുതായി കഴിഞ്ഞിരിക്കുന്നു. അത്യാധുനിക സൗകര്യങ്ങളോടെ, സജ്ജീകരണങ്ങളോടെ, ആയുധക്കോപ്പുകളോടെ. പിന്നെ എന്ത് കണ്ടിട്ടാണ് പാക് പ്രധാനമന്ത്രി ഈ വിഡ്ഢിത്വം വിളമ്പുന്നത്? അല്ല, ഇടയ്ക്കൊന്ന് പാകിസ്ഥാനിലെ ജനങ്ങളെ ഒന്ന് സുഖിപ്പിക്കണമല്ലോ. അടുത്ത തിരഞ്ഞെടുപ്പിൽ തനിക്ക് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹം ഏതൊരു മനുഷ്യരും ഉണ്ടാകും. കാരണം പ്രധാനമന്ത്രിയായിട്ടൊക്കെ ഇരിക്കുക എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ സുഖലോലുപതയിൽ അങ്ങനെ മയങ്ങിക്കിടക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെറുതെ ഓരോന്നൊക്കെ ഇങ്ങനെ പറയുക, അതാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഒരു പ്രധാന ഹോബി എന്ന് പറയുന്നത്. ഇന്ത്യക്കിട്ട് രണ്ടെണ്ണം പറഞ്ഞാൽ അവിടെയുള്ള ആളുകൾക്ക് ഒരു ഉഷാറൊക്കെ വരും. അതാണ് സംഭവം, വേറൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഈ പൂഞ്ച് വിഹാറിൽ ഈ പൂഞ്ച് വിഹാർ ആ ഒരു മേഖലയിലാണ് ഈ പറയുന്ന പ്രശ്നം ഉണ്ടായത്. അതായത് നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലും പാകിസ്ഥാൻ്റെ അതിർത്തി പ്രദേശങ്ങളിലും ഈ പറയുന്ന പോലെ കാവൽ നിൽക്കുന്ന പട്ടാളക്കാർക്ക്, ഈ നിരീക്ഷണത്തിന് ചുമതലയുള്ള പട്ടാളക്കാരുണ്ട്. അത്തരം പട്ടാളക്കാർ എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ മാത്രമാണ് വെടിവെക്കുക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോവുക. ഒരു കാരണവുമില്ലാതെ വെടിവെക്കുക, വെടിനിർത്തൽ കരാർ എന്ന് പറയുന്ന ഒരു കരാർ നിലവിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുണ്ട്. അത്തരത്തിലൊരു വെടിനിർത്തൽ കരാറിനെ ലംഘിച്ചുകൊണ്ട് ഒരു പ്രകോപനവുമില്ലാതെ ഇന്ത്യക്ക് നേരെ വെടിവെക്കുന്ന ഒരു പ്രവണത പാകിസ്ഥാൻ ആവർത്തിച്ചു. അങ്ങനെ പാകിസ്ഥാൻ അങ്ങനെ ഒരു സംഭവം ചെയ്ത സമയത്ത് അവർ വളരെ ശക്തമായിട്ട് തന്നെ ഇന്ത്യയുടെ സൈന്യത്തിന് നേരെ, ഇന്ത്യയുടെ പട്ടാളത്തിന് നേരെ വെടി ഉതിർക്കുകയായിരുന്നു ഉണ്ടായത്. അതിൽ ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട 1-2 പട്ടാള ഉദ്യോഗസ്ഥന്മാർക്ക് പരിക്ക് പറ്റി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവർ കളിച്ചത് ഇന്ത്യയോടാണ് എന്നുള്ളത് പഴയ ഇന്ത്യയോടല്ല എന്നുള്ളത് അവർക്ക് ഒരിക്കലും മനസ്സിലായതാണ്. അതായത് സർജിക്കൽ സ്ട്രൈക്ക് അവിടെ കയറി ഏകദേശം 200 കിലോമീറ്ററോളം ഉള്ളിൽ കയറിയാണ് എന്ത് ചെയ്തത്, പാകിസ്ഥാനിൽ അന്ന് ഇന്ത്യൻ സൈന്യം കയറി അടിച്ചത്. അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യയിലെ സൈന്യത്തിന് പട്ടാളക്കാർക്ക് വെടിയേറ്റു, അവർക്ക് പരിക്ക് പറ്റി എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ കയറി അടിച്ചോളാനായിരുന്നു പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെയും നിർദ്ദേശം സൈന്യത്തിന് കിട്ടിയത്. അതോടനുബന്ധിച്ച് ഈ പറയുന്ന പൂഞ്ച് വിഹാർ മേഖലയിലും അതോടനുബന്ധിച്ച മേഖലയിലുമെല്ലാം സൈന്യം ശക്തമായ തിരിച്ചടി നടത്തി എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ്റെ നിരവധി പട്ടാളക്കാർ, അതായത് പിന്നെ ഈ സൈന്യത്തിലുള്ള സൈന്യ അംഗങ്ങൾ, പട്ടാളത്തിലെ ആളുകൾ മരണപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. പല ആളുകളുടെയും കൈകാലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പല ആളുകൾക്കും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, പല ബുദ്ധിമുട്ടുകളും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ ഈ ഒരു കാര്യം ദേശീയ മാധ്യമങ്ങളിലും മറ്റ് പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞു. കേരളത്തിലെ മാധ്യമങ്ങളിൽ മാത്രം ഇത് വലിയ രീതിയിൽ ചർച്ചയായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കാരണം ഇന്ത്യ നടത്തുന്ന അറ്റാക്കുകൾ, ഇന്ത്യ വളരെ ശക്തമായി തിരിച്ചടിക്കുന്നു, ഈ കാര്യങ്ങളൊന്നും തന്നെ ഗൗരവത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് വെക്കാറില്ല. എന്താണ് അതിൻ്റെ ചർച്ചയ്ക്ക് വെക്കാത്തതിൻ്റെ കാരണം? കേരളത്തിലെ ആളുകൾ ഇത് അറിയാൻ പാടില്ല. കേരളത്തിൽ ശക്തമായ തിരിച്ചടി ഇന്ത്യ കൊടുക്കുന്നുണ്ട് എന്ന് അറിയാൻ പാടില്ല. കഴിഞ്ഞ ആക്രമണവുമായി ബന്ധപ്പെട്ട്, അതായത് ബലാക്കോട്ട് ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാനിൽ നടത്തിയത്. പാകിസ്ഥാൻ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലായിരുന്നു ഇന്ത്യയുടെ ആക്രമണം എന്ന് പറയുന്നത്. ഇത്ര 200 കിലോമീറ്റർ ഉള്ളിൽ കയറുക, അവിടെയുള്ള വീടുകൾ എന്ന് പറയുന്നത് തീവ്രവാദികൾ ഒളിച്ച് താമസിച്ചിരുന്ന സ്ഥലങ്ങളടക്കം തവിട് പൊടിയാക്കിക്കൊണ്ട് ഇന്ത്യയുടെ സേന അവിടെ സംഹാര താണ്ഡവമാടുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. അതിനോടനുബന്ധിച്ച അതേ രീതിയിലുള്ള ഒരു കാഴ്ച ഇവിടെയും കാണാൻ പറ്റി. കാരണം ഇങ്ങോട്ട് ഒരു പ്രകോപനവുമില്ലാതെ നമുക്ക് നേരെ വെടിയുതിർത്ത പാകിസ്ഥാന് അവസാനം സമാധാനത്തിൻ്റെ വെള്ളക്കൊടി വീശി കാല് പിടിക്കേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. ആദ്യം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ചില വാക്കുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഇന്ത്യയുടെ പട്ടാളക്കാർക്ക് എന്തോ ഒരു തുരുതുരാ വെടിയായിരുന്നു. അതായത് നിർത്തുന്നില്ല, ഒരു പരിഗണനയും ഒരു കാര്യവും കൊടുക്കാതെ പാകിസ്ഥാൻ പട്ടാളത്തിന് നേരെ തുരുതുരാ വെടിയുതിർക്കുകയും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോവുകയും എന്നിട്ടും നിർത്താത്തൊരവസ്ഥയിലേക്ക് ഇന്ത്യ പോവുകയും ചെയ്തു. അവസാനം നയതന്ത്ര തലത്തിൽ പാകിസ്ഥാൻ ഇടപെടുകയും ആ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് അവിടെ വെടിനിർത്തൽ ഉണ്ടായിട്ടുള്ളത്. നിരവധി പട്ടാളക്കാരാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമുക്ക് കിട്ടുന്ന വാർത്ത. പക്ഷെ വ്യക്തമായ കണക്ക് പാകിസ്ഥാൻ പറയുന്നില്ല. പാകിസ്ഥാൻ അത് പറയില്ല. കാരണം പാകിസ്ഥാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അഭിമാനത്തിന് ഒക്കെ വലിയ പ്രശ്നമാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അവരത്
അത് പറയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് നടന്നിട്ടുള്ളത്. നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കാൻ കഴിയുന്ന ഒരു ഭരണകൂടം കൂടെ ഉണ്ടെന്നും ഇത് നരേന്ദ്രമോദിയും അമിത്ഷായും നയിക്കുന്ന സർക്കാരാണെന്നും അതിന് പിന്നിൽ BJPയും അതിൻ്റെയൊക്കെ പിന്നിൽ RSS എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള കരുത്ത് അല്ലെങ്കിൽ ശേഷി അല്ലെങ്കിൽ ബുദ്ധി വിവേചനമൊന്നും പാകിസ്ഥാൻകാർക്കും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന അവരുടെ ചില അളിയന്മാരുണ്ട് ഇവിടെ അവർക്കും ഉണ്ട്, അല്ല അവർക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ധന്യ പറയും. ഈ മുഷ്ടി ചുരുട്ടിക്കൊണ്ടാണ് ഈ പാക് പ്രധാനമന്ത്രി ഒരു റാലിയിൽ പ്രസംഗിച്ചത്. പ്രസംഗത്തിനിടെയുള്ള തൻ്റെ ചേഷ്ടകൾക്കും പേരുകേട്ട ആളായ ഫാരിസ് ഗാസി ഖാനിലെ പൊതുവേദിയിൽ വെച്ച് മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് ഉയർത്തുകയും പ്രസംഗിക്കുന്ന സ്റ്റേഡിയത്തിനെ കൈകൊണ്ടിടിക്കുകയും പ്രസംഗിക്കുന്ന മറ്റേ ബെഞ്ചിൽ ഇപ്പം കൈകൊണ്ടിടിക്കുകയും അവിടെ നിന്ന് ചാടിക്കളിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു. സാധാരണക്കാരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ തൻ്റെ സർക്കാർ കഠിനമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഷെരീഫ് പറയുന്നു. ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയുടെ വക്കിലായിരുന്നു രാജ്യം. പാകിസ്ഥാനിലെ സ്ഥിതി മെച്ചപ്പെടുമെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ രാവും പകലും പ്രവർത്തിക്കും. സർവശക്തൻ എപ്പോഴും പാകിസ്ഥാനെ അനുഗ്രഹിച്ചിട്ടേ ഉള്ളൂ. എന്നാൽ ഈ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ അദ്ദേഹം പങ്കുവച്ചത്. വികസനത്തിൻ്റെയും പുരോഗതിയുടെയും കാര്യത്തിൽ നമ്മുടെ ശ്രമങ്ങൾ കാരണം പാകിസ്ഥാൻ ഇന്ത്യയെ പിന്നിലാക്കിയില്ല എങ്കിൽ എൻ്റെ പേര് ഷഹബാസ് ഷരീഫ് എന്നായിരിക്കില്ല എന്നാണ് ഈ പാക് പ്രധാനമന്ത്രി പറയുന്നത്. ഞാൻ നവാസ് ഷെരീഫിൻ്റെ ആരാധകനാണ്, അദ്ദേഹത്തിൻ്റെ അനുയായിയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീതമായ ജീവിതത്തെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു. അതിനുള്ള ശക്തിയും ഇച്ഛാശക്തിയുമുള്ള ദിവസം വരെ പാകിസ്ഥാനെ മഹത്വത്തിലേക്ക് കൊണ്ടുപോകാനും ഇന്ത്യയെ പരാജയപ്പെടുത്താനും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കും. ഷഹബാസ് ഷെരീഫിൻ്റെ ധേര ഗാസി ഖാൻ സന്ദർശനം ജനങ്ങൾ ഉയർത്തിക്കാട്ടുന്ന സാമ്പത്തികവും സാമൂഹികവുമായ ആശങ്കകൾ പരിഹരിക്കുവാനുള്ള തൻ്റെ സർക്കാരിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതായിരുന്നു. ഇന്ത്യയെ തോൽപ്പിക്കണമെന്ന പ്രഖ്യാപനത്തിന് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2 ആഴ്ച മുൻപ് ഇന്ത്യയുമായുള്ള ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് ഷരീഫ് ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ ചർച്ചകൾ നടക്കണമെങ്കിൽ പാകിസ്ഥാൻ തങ്ങളുടെ മണ്ണിൽ നിന്ന് ഭീകരവാദത്തെ തുടച്ചു നീക്കണമെന്ന് ഇന്ത്യ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധം ഏതാണ്ട് മരവിച്ച നിലയിലാണ്. വളരെ ശരിയല്ലേ? കാരണം ഈ പറയുന്നത് പോലെ പാകിസ്ഥാൻ എന്തും ഏതും വിളിച്ചു പറയുന്ന ഒരു അവസരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇപ്പൊ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് പാകിസ്ഥാന്. ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് ഇന്ത്യയെ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ സർക്കാരുമായി ചേർന്നുകൊണ്ട് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ അവിടെ നിന്ന് പണി കിട്ടുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് താലിബാനും ഈ പാക് സൈന്യവുമായി ഏറ്റുമുട്ടുകയും താലിബാൻ സൈന്യം പാകിസ്ഥാനിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് താലിബാൻ ഇന്ത്യയോടൊരു കാര്യം പറഞ്ഞു. കാരണം ഇന്ത്യയിലെ ജനങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനിൽ വരാം, ഇവിടെ താമസിക്കാം, ഇവിടെ നിൽക്കാം, ഒരാളും ഒന്നും ചെയ്യില്ല, നിങ്ങൾക്ക് എല്ലാ സുരക്ഷയും ഞങ്ങൾ ഉറപ്പാക്കും എന്ന് പറഞ്ഞ് ഇന്ത്യൻ ഗവൺമെൻറ്റുമായി നയതന്ത്ര ബന്ധം താലിബാൻ സ്ഥാപിച്ചു. ഇന്ത്യയിലെ എംബസികളിൽ താലിബാന് എംബസി വരാൻ പോവുകയാണ്. ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ചൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എംബസി തരാം, അഫ്ഗാൻ എംബസി തരാം, പക്ഷേ താലിബാൻ്റെ കൊടി എവിടെയും ഉപയോഗിക്കാൻ പാടില്ല, പുറത്ത് ഉപയോഗിക്കാൻ പാടില്ല, ചടങ്ങുകൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഈ ഒരു കാര്യമാണ് കേന്ദ്ര ഗവൺമെൻറ് എന്തായാലും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനെതിരെ നിരന്തരമായ വിമർശനങ്ങൾ വരുന്നുണ്ട്. താലിബാനെ പോലെയുള്ളൊരു തീവ്രവാദികൾ ഭരിക്കുന്ന ഒരു രാജ്യത്തിന് എന്തിനാണ് നമ്മൾ എംബസി അനുവദിക്കുന്നത് എന്ന ചോദ്യമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളത് മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ല എന്നുള്ളത് നമ്മളത് മനസ്സിലാക്കണം. കാരണം വളരെ തന്ത്രപരമായി ഏറ്റവും വലിയ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള പാകിസ്ഥാനും ഇപ്പോൾ ബംഗ്ലാദേശിന് ചുറ്റും നിൽക്കുന്ന ആ ഒരു കോക്കസിനെ നേരിടാനുള്ള ഏറ്റവും തന്ത്രപരമായ നീക്കമാണ് ഇതിലൂടെ ഇന്ത്യ നടത്തുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് പാകിസ്ഥാന് വലിയ അടിയാണ്. അങ്ങനെ പാകിസ്ഥാന് വലിയ അടി കിട്ടിയത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ ഞാൻ ഈ പറയുന്ന ഷഹബാസ് ഷെരീഫ് തുള്ളിക്കളിച്ചു എന്ന് പറയുന്നില്ലേ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കിളി പോയോ എന്ന് പറയുന്ന സംശയമുണ്ട്. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും ഇന്ത്യയോട് കളിച്ചാൽ കളി പഠിപ്പിക്കും എന്നുള്ളത് തന്നെ ഇന്ത്യ തെളിയിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും.